പാപ്പാ വണ്ടി നിർത്തിക്കേ എന്നോടാ ഉള്ള വിട്ടുന്നു പറിച്ചു കളയും. അതല്ല സാറേ, മുന്നേസായി പ്രദീപ് കുമാർ സാറിന് പുള്ളിനെ ഞാൻ എടുത്തുന്ന ഡാമിലേക്ക് ഇട്ടായിരുന്നു. അയ്യോ പോയി. അതെ, ഈ ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? ബംഗാൾ. രാമനാകുമ്പോ പിന്നെ തൊപ്പി വെച്ചാലും കുഴപ്പമില്ല. ഭർത്താവ് ഇപ്പോൾ ദുബായ്. നാട്ടിലുണ്ടെന്ന് പറയുമ്പോ മുഖം പോയത് കേട്ടാ. ദുബായ്. അതൊക്കെ തിരിച്ചു കൊടുത്തേട്ടാ, നിവേദനം തിരിച്ചു. കള്ളം പറയുന്നടാ, ഇവിടെ നിന്റെ അപ്പ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒറ്റമൂലി. അയ്യോ അല്ല സാർ, ഇത് വിദേശത്തുനിന്ന് വരുവാ. വിദേശത്തുനിന്ന്? ആ, രാജസ്ഥാനിൽ ട്രെയിനിൽ ആളിപ്പോ കൊണ്ടുവന്നു. അന്ന് നിങ്ങൾ എന്നെ വെറുതെ പറഞ്ഞു ഞാനൊരു പടുവാഴാന്നല്ലയോ? ഈ പടുവാഴ എന്നെ കൊണ്ടുവന്നേക്കെന്നറിയാം. 50 പവന്റെ സ്വർണ്ണ കപ്പ. 50 പവന്റെ കപ്പയോ? 50 പവന്റെ സ്വർണ്ണ കപ്പ്. നീയൊക്കെ എന്തും പഠിത്തന്മാരാ. ഇത് കൊറേ പീസില്ലേ, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പാപ്പന്റെ നടുവിൽ വെച്ചിട്ട് വെള്ളിയാണല്ലോ. എന്നെ നെഞ്ചത്ത് വെച്ച് വേണ്ടിയതാ. വേണ്ട സാറേ, ഫുഡ് കൊണ്ടുവന്നു ഒരു 2 പൊറോട്ട നമ്മളും കൂടെ പറയാറുണ്ടല്ലേ. എടാ എന്തൊക്കെ പറഞ്ഞാലും ദ ബെസ്റ്റ് ക്യാരക്ടർ. എന്ത് കിടിലോ അല്ലേ ഇങ്ങനെ ഇത് ചെയ്യണേ. ഞാൻ പുള്ളി ഇപ്പോഴത്തെ റിയൽ ലൈഫിലത്തെ മറ്റേ ഈ മീഡിയയുടെ മീറ്റിങ്ങിനകത്തൊക്കെ നമ്മൾ കാണുന്ന വിനായകനും ഈ ആടിനകത്ത് പുള്ളിയുടെ ഡ്യൂഡെന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ എന്ത് ഷിഫ്റ്റ് അല്ലേ. നിങ്ങൾ ആരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരാൾക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം നമ്മൾ. അച്ഛൻ അതേപോലെയാണ് മാറണേ. ഈ ക്യാരക്ടർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഒറ്റമൂലി ഒറ്റമൂലി ഹിന്ദിയിൽ വിളിച്ചാലവർക്ക് നമ്മൾ ഇടിക്കാൻ വേണ്ടി വന്ന വണ്ടിക്കാരൻ അവിടെ കണ്ടല്ലോ. എടാ ഞാനൊരു കാര്യം പറയട്ടെടാ സ്കൈഡാക്സേ, എടാ നീ ഹൈഡ് ചെയ്യണ്ടടാ. നീ ഹൈഡ് ചെയ്യണ്ട. എടാ ഇത് മറ്റേ കൊച്ചു പിള്ളേരാണടാ സ്കൈഡാക്സേ. ഇവന്മാർക്ക് ഒന്നും പറഞ്ഞ തലേ കേറൂല. ഇവന്മാർ അടുത്ത അക്കൗണ്ടായിട്ട് വരും. എടാ അവൻ അവിടെ ഇരുന്ന് കാണട്ടാ. എടാ അവൻ അവിടെ ഇരുന്ന് കാണട്ടെ. അവിടെ ഇരുന്ന് കാണുമ്പോഴല്ലേ എനിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അവനിരുന്ന് കാണട്ടാ. അവൻ എന്തോ പറഞ്ഞേ, ഞാൻ കണ്ടില്ല. നീ ഒന്ന് പറഞ്ഞേ, അവൻ എന്തോ പറഞ്ഞു. ഇവന്മാരെ കൊണ്ട് ഞാൻ ഏതാ വണ്ടിക്കാരൻ? പൈസ ഇല്ല. അപ്പൊന്നാണോ അറിയില്ല. പറപ്പിച്ച് വിടുവാ. ഓടുന്ന തന്നെ ഭാഗ്യം.